Endorsement of a bill. Any holder may transfer a bill unless its transfer is restricted. The bill has been negotiated containing words prohibiting its transfer. The bill can be initially endorsed by the drawer by putting his signatures at the back of the bill along with the name of the party to whom it is being transferred. The act of signing and transferring the bill is called endorsement. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈവശമുള്ള ഒരാൾക്ക്, അതായത് ആദ്യമായി എഴുതി തയ്യാറാക്കി അയാളുടെ കയ്യിൽ തന്നെയാണല്ലോ, ഡ്രോവറുടെ കയ്യിൽ തന്നെയാണ് ഏറ്റവും ആദ്യം ഉണ്ടാവുക. അയാൾ അതിൻ്റെ ബാക്കിൽ പേരെഴുതി ഒപ്പുവെച്ച് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, എൻഡോഴ്സ്മെൻറ്റ് എന്ന്. അങ്ങനെ ഒപ്പുവെച്ച് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാ ബില്ലുകളും എൻഡോഴ്സ് ചെയ്യാം. എങ്ങനെ? അൺലെസ് അവിടെ പ്രത്യേകം ഈ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുള്ള കേസുകൾ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാതെ പറ്റുള്ളൂ, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ സാധാരണ രീതിയിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിൽ ഹോൾഡർ ആദ്യത്തെ പ്രാവശ്യം ഡ്രോവർ തന്നെ, പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടി എ ബിക്ക് കൊടുത്തു, ബി സിക്ക് കൊടുത്തു, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ബാക്കിൽ പേരെഴുതി ഒപ്പിട്ട് അതിൻ്റെ അവകാശം പൂർണ്ണമായി വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ബാക്കിൽ പേരെഴുതി ഒപ്പുവെച്ച് അതിൻ്റെ കൈവശാവകാശവും പണം കിട്ടാനുള്ള അവകാശമൊക്കെ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ്. ഓക്കെ.